ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റെസിപ്പി റമദാൻ സീരീസിലെ രണ്ടാമത്തെ വിഭവമാണ് കേട്ടോ. അപ്പോൾ ഇറച്ചിപ്പോളയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇറച്ചിപ്പോളയുടെ റെസിപ്പിയാണ്. ബീഫ് കൊണ്ടുള്ള ഒരു ഇറച്ചിപ്പോളയാണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നോമ്പ് തുറക്കണ നേരത്ത് നമുക്ക് അതിൽ നിന്ന് ഒരു കഷ്ണം മതിയാവും കേട്ടോ ചായൻ്റെ ഒപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കിതെങ്ങനെ ഈ ഒരു ഇറച്ചിപ്പോള ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തുള്ള ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ബീഫ് ഇതുപോലെ ഉപ്പും കുരുമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്തതാണ്. ഇനി അതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നല്ലപോലെ മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ചെറുതായി അരിഞ്ഞതാണ് കേട്ടോ. ഈ ഒരു രീതിക്ക് വേണം സവാള അരിഞ്ഞെടുക്കാൻ. എന്നിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. ആദ്യം തന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മസാല ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റിയിട്ട് അതിൻ്റെ പച്ചമണം ഒന്ന് മാറ്റിയെടുക്കാം. ഇനി ഇത് നല്ലപോലെ വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബീഫില്ലേ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഈ ഒരു ബീഫ് നല്ലപോലെ തന്നെ നമ്മൾ ഈ ഒരു മസാലയിൽ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് മുറുകി കിട്ടണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ബീഫിൽ ഉപ്പ് ചേർത്തതാണ്. അപ്പോൾ ഞാൻ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഈ ബീഫ് ഒന്നൊരു 10 മിനിറ്റോളം ഇതിലിട്ടിട്ടൊന്ന് മൊരിയിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്കൊരു ബാറ്റർ ആവശ്യമുണ്ട്. അതിനായി ഇതുപോലൊരു മിക്സിയുടെ ജാർ എടുക്കുക. എന്നിട്ട് അതിലേക്കൊരു 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇനി ഇതിലേക്ക് ഒരു കപ്പ് മൈദയാണ് ആവശ്യം. അപ്പോൾ ഒരു കപ്പ് മൈദ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതേപോലെ തന്നെ ഒരു കപ്പ് പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു പഴയ ദോശപ്പാൻ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഇതുപോലൊരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലൊരു അല്പം നെയ്യ് സ്പ്രെഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ബാറ്റർ ഇതിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. പകുതി ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ അത് അത്യാവശ്യം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ബീഫിൻ്റെ ആ ഒരു ഫില്ലിംഗ് ഇല്ലേ ഇതിങ്ങനെ എല്ലായിടത്തും ഒന്ന് കവർ ചെയ്യുന്ന രീതിക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ബാക്കി വന്നിട്ടുള്ള ആ ഒരു ബാറ്റർ ഉണ്ടല്ലോ അതും കൂടി ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. ഫില്ലാവുന്ന രീതിക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത്. സൂപ്പറാണ് കേട്ടോ കഴിക്കാൻ. അപ്പോൾ ഇതുപോലെ നമുക്കിതൊന്ന് ഒഴിച്ചിട്ട് ഫില്ല് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു 25 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 25 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു അല്പം നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് മേൽവശം കൂടി ഒന്ന് മൊരിയിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഇറച്ചിപ്പോളയുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുവരെ ട്രൈ ആക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഇറച്ചിപ്പോളയാണ് കേട്ടോ. കഴിക്കാനും അടിപൊളിയാണ് കേട്ടോ. അപ്പോഴല്ലേ എല്ലാവരും ട്രൈ ആക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാം കേട്ടോ. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരയ്ക്കും ബൈ ബൈ.